ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. നല്ല ആരോഗ്യം, നല്ല വീട് ലഭിക്കാൻ, നല്ല ജോലി ലഭിക്കാൻ, നല്ല സാലറി ലഭിക്കാൻ, നമുക്ക് കഴിഞ്ഞുകൂടാനുള്ള എല്ലാ കാര്യങ്ങളും നല്ല സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാവില്ലേ? എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് ലഭിക്കുമോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതേ എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ത് തന്നെ ആയാലും അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെ വേറെ അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളോ മറ്റുള്ളവർക്ക് തിന്മ വരാനോ നമ്മൾ ആഗ്രഹിക്കരുത് കേട്ടോ, അല്ലേ? അത് ശരിയായിട്ടുള്ള കാര്യമല്ല. നല്ലതായിട്ട്, അതായത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ, നേരായ മാർഗത്തിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തും നമുക്ക് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. പല വ്യക്തികളെടുത്തും സംസാരിക്കുമ്പോൾ അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷേ എനിക്കിതിൽ നിന്നൊന്നും കയറാൻ പറ്റില്ല, എനിക്ക് ഈ പ്രയാസങ്ങളിൽ നിന്ന് ഒരിക്കലും മുക്തി നേടാൻ പറ്റില്ല എന്ന് അവരങ്ങോട്ട് വിശ്വസിക്കും. എന്നിട്ട് എനിക്കിങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു കൂടിക്കോളാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇത്തരത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പിറകെ പോവാനോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനോ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല. മറിച്ച് എനിക്ക് ഈ ഒരു പ്രയാസഘട്ടത്തിൽ നിന്ന്, പ്രശ്നഘട്ടത്തിൽ നിന്ന് കരകയറാൻ പറ്റും, എനിക്ക് നാളെ നല്ലൊരു ജീവിതം ഉണ്ടാകും, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് ചിന്തിക്കുന്ന പോസിറ്റീവ് ചിന്തയുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ നിങ്ങൾ സഞ്ചരിക്കുക. നമ്മുടെ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന്, അല്ലേ? അതായത് നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളുടെ പിറകെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പിന്നെ ഒരു ഫാമിലി റിലേഷൻഷിപ്പൊക്കെ വരികയാണെങ്കിൽ ചിലരുടെ ഫാമിലി ബ്രോക്കൺ ഫാമിലി ആയിരിക്കും, എന്നും കലഹവും മറ്റു പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഫാമിലി ആയിരിക്കും. അപ്പോൾ ഈ ഹസ്ബൻഡുമാരെടുത്തും വൈഫുമാരെടുത്തും സംസാരിച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡുമാർക്ക് മേ ബി ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കും നല്ല രീതിയിൽ പോകണം, അല്ലെങ്കിൽ ചില വൈഫുമാർക്ക് താല്പര്യം ഉണ്ടായിരിക്കും നല്ല രീതിയിൽ പോകണമെന്ന്. അപ്പോൾ ആ സെയിം സിറ്റുവേഷനിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന അവരുടെ പാർട്ട്ണർക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നല്ല ഒരു ഫാമിലി ലൈഫ് സ്വപ്നം കാണുന്നവർക്കും, നിങ്ങൾ ഏത് രീതിയിലുള്ള ബ്രോക്കൺ ഫാമിലി ആയിട്ടാണ് ഇപ്പോൾ കഴിയുന്നത് എങ്കിലും ഈ ഒരു നല്ല രീതിയിൽ മാതൃകാ ദമ്പതികളായിട്ട് നിങ്ങൾക്കും മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതിനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യം, ഇപ്പോൾ നിങ്ങൾ ഉള്ള ഒരു സ്റ്റേജ് എന്താണോ ആ സ്റ്റേജിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ സ്റ്റേജിനെ പൂർണ്ണമായി അവഗണിക്കുക. എനിക്ക് സന്തോഷം വരും, എനിക്ക് നല്ല ജോലി ലഭിക്കും, എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. കൂടാതെ എപ്പോഴും നിങ്ങൾ ആ ആഗ്രഹങ്ങൾ നേടിക്കഴിഞ്ഞതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം ഒരു വലിയ സ്വപ്ന ഭവനമോ അതല്ലെങ്കിൽ ഒരുപാട് ക്യാഷോ, ഒരു നല്ല റിലേഷൻഷിപ്പിൽ പോകുന്ന ഒരു ബെസ്റ്റ് ഫാമിലിയോ, അതല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കൊള്ളട്ടെ, നല്ല രീതിയിലുള്ള ആഗ്രഹങ്ങൾ കേട്ടോ. അപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളെല്ലാം നേടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും നിങ്ങളെ മനസ്സിലൂടെ ആ ചിന്തകൾ മാത്രം കടത്തിവിടുക. ഇപ്പോൾ ഉള്ള ആ ഒരു രീതിയിൽ, ആ ഒരു ജീവിത രീതിയെക്കുറിച്ചിട്ട് ഒട്ടും വറി ചെയ്യാതെ നാളെകൾക്ക് വേണ്ടിയിട്ട്, നാളെ എന്താണോ എനിക്ക് നേടാനുള്ളത് ആ കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രം പോസിറ്റീവായിട്ട് ചിന്തിക്കുക.
ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏതായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ആ ഒരു രീതിയിലോട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ആഗ്രഹങ്ങളിൽ പുറകെ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നിങ്ങൾ 1-to-1 കോച്ചിങ് വരികയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങൾക്ക് നിറം പകരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ജീവിതത്തിലോട്ട് നിങ്ങൾക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു സ്വപ്ന ജീവിതത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, സീ യു സൂൺ.